കുരുത്തക്കേട് ഇന്നൊരു കണ്ടന്റ് ഇങ്ങനെ കിട്ടുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴാണ് കുരുത്തക്കേടിനെ പറ്റി മനസ്സിലായി. ഞാനാള് കുരുത്തക്കെട്ടാണ്. ഞാനിപ്പോ കുരുത്തം കെട്ടവന്റെ ഒരു കാരണം കൊണ്ടാണ്, കുരുത്തക്കേടുള്ളതിന്റെ കാരണം കൊണ്ടാണ് ഇപ്പൊ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടത്. കെട്ടിയ പെണ്ണ് പോയി, പറഞ്ഞ മാതിരി വീട്ടുകാരായിട്ടും പ്രശ്നമായി എല്ലാം. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഊഞ്ഞാല് കാണുന്നത്. ഊഞ്ഞാല് വീട്ടുകാർ കെട്ടിയായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് നല്ല ടൈപ്പിലായിരുന്നു ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ. അവര് രണ്ടാമതും ഈ പോലീസിനെ ഇനി പട്ടാളത്തിനെ പിടിച്ചിട്ട് ഇഞ്ചക്ഷൻ അടിക്കാൻ കൊണ്ടുപോയിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുരുത്തം കെട്ടവരോട് എനിക്ക് ഉപദേശിക്കാനുള്ള ഒന്നാണ്, നിങ്ങൾ സേഫ് ആണെങ്കിൽ നിങ്ങൾ എല്ലാ കുരുത്തക്കേടും ചെയ്യുക, കുരുത്തക്കേടിന്റെ മാക്സിമം ചെയ്യുക. അതിന്റെ പ്രതിഫലം എന്തായാലും വരും. അതിപ്പോ നല്ലതാണെങ്കിൽ നല്ലതേ വരുള്ളൂ. കാരണം നമ്മുടെ കുരുത്തക്കേട് തന്നെ പുറമെ കാണുന്ന കുരുത്തക്കേട് ആയിരിക്കരുത്. ഉള്ളില് നല്ല രീതിയിലുള്ള ഉദ്ദേശത്തോടൊരു കുരുത്തക്കേട് ചെയ്യുകയാണെങ്കിൽ അതൊന്നും ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പല കുരുത്തക്കേടുണ്ട്. ഇപ്പൊ മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കുരുത്തക്കേടാണ്. ഈ പറഞ്ഞ പോലെ സിഗരറ്റ് വലിക്കുക, അതേപോലെ കഞ്ചാവ് വലിക്കുക, ഇതൊക്കെ കുരുത്തക്കേടാ. എല്ലാ കുരുത്തക്കേടും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്നിട്ടും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി കല്യാണം കഴിക്കുക, അത് ഡിവോഴ്സ് ആക്കുക, അതൊക്കെ കുരുത്തക്കേട് തന്നെ. അപ്പൊ എല്ലാ കുരുത്തക്കേടിലും ഒരു നമ്പർ 1 ആവാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാനിപ്പോ. ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു വിധവയായ അമ്മയെ ഒഴിവാക്കിയിട്ട് ജീവിക്കുക തന്നെ അതൊരു വലിയ കുരുത്തക്കേടാ. അതും ഞാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ അനന്തര ഫലം എന്താവും എന്നുള്ളത് നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാം. മാക്സിമം അതിന്റെ ഒക്കെ രീതിയിൽ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ വൈഫിനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അമ്മയെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഇവർക്കൊന്നും മോശം വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല. അത്ര മാത്രമേ ഇപ്പൊ ഞാൻ ചെയ്യുന്നൊരു ഗുണമുള്ളൂ. ബാക്കിയൊക്കെ കുരുത്തക്കേട് തന്നെ. അവരായിട്ട് ഒരു കണക്ഷനും ഇല്ല. പക്ഷെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. എല്ലാ കുരുത്തക്കേടോടികൾക്കും എന്താ പറയാ, കുരുത്തക്കേട് ചെയ്യാനും 2K എന്ന് പറയില്ലേ, 2000-ന്റെ ശേഷം. ഞാനൊന്നും 2K അല്ല, പക്ഷെ 90-ലാണെങ്കിലും എന്റേതായ അറിവുകൾ വെച്ചിട്ട് ഞാൻ എല്ലാ കുരുത്തക്കേടും ചെയ്തിട്ടുണ്ട്. എല്ലാ കുരുത്തക്കേടും ചെയ്ത് ഇന്ന് അടിപൊളിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുരുത്തക്കേടിന്റെ കുറച്ച് കാര്യങ്ങൾ ഇനി ഇരുന്ന് പറയാം. ഊഞ്ഞാലാടിയിട്ട് പറയാൻ പറ്റണില്ല.